ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അക്ഷയ് ഷാജി. പ്രധാന വാർത്തകൾ. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 6ാം ഘട്ട വിജ്ഞാപനം നാളെ. 57 സീറ്റുകളിലേക്കാണ് 6ാം ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ്. മുതിർന്ന രാഷ്ട്രീയ നേതാക്കളുടെ നേതൃത്വത്തിൽ തിരഞ്ഞെടുപ്പ് റാലികളും റോഡ് ഷോകളുമായി രാജ്യത്ത് തിരഞ്ഞെടുപ്പ് പ്രചാരണം ഊർജിതം. കേന്ദ്ര ഖനി മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ക്രിട്ടിക്കൽ മിനറൽസ് ഉച്ചകോടിക്ക് നാളെ ന്യൂഡൽഹിയിൽ തുടക്കം. രാജ്യത്തിന്റെ തെക്ക് കിഴക്കൻ മേഖലയിൽ ഉഷ്ണതരംഗ മുന്നറിയിപ്പ്. കേരളത്തിൽ കൊല്ലം, തൃശൂർ, പാലക്കാട് ജില്ലകളിൽ ഉഷ്ണതരംഗ സാഹചര്യമുണ്ടാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ത്യ ബംഗ്ലാദേശ് വനിതാ T20 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യയ്ക്ക് 44 റൺസ് ജയം. വാർത്തകൾ വിശദമായി. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 6ാം ഘട്ട വിജ്ഞാപനം നാളെ പുറപ്പെടുവിക്കും. 6 സംസ്ഥാനങ്ങളിലെയും ഒരു കേന്ദ്രഭരണ പ്രദേശത്തെയും 57 ലോക്സഭാ സീറ്റുകളിലേക്കാണ് ഈ ഘട്ടത്തിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഡൽഹിയിൽ 7, ഹരിയാനയിൽ 10, ഉത്തർപ്രദേശിൽ 14, ബീഹാറിലും പശ്ചിമബംഗാളിലും 8 വീതം, ഒഡീഷയിൽ 6, ജാർഖണ്ഡിൽ 4 എന്നിങ്ങനെയാണ് 6ാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്ന മണ്ഡലങ്ങൾ. മെയ് 6-നാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി. മെയ് 25-നാണ് വോട്ടെടുപ്പ്. ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ 3ാം ഘട്ട പ്രചാരണം ഊർജിതം. മുതിർന്ന നേതാക്കളുടെ നേതൃത്വത്തിൽ തിരഞ്ഞെടുപ്പ് റാലികളും റോഡ് ഷോകളുമായി രാഷ്ട്രീയ പാർട്ടികൾ. വിശദാംശങ്ങളിലേക്ക്. ബി.ജെ.പി. മുതിർന്ന നേതാവും പ്രധാനമന്ത്രിയുമായ നരേന്ദ്രമോദി ഇന്ന് കർണാടകയിലെ ബെലഗാവിയിൽ പൊതുയോഗത്തെ അഭിസംബോധന ചെയ്തു. കഴിഞ്ഞ 10 വർഷത്തിനിടെ കേന്ദ്ര സർക്കാർ രാജ്യത്തെ ചെറുകിട കർഷകരെ സഹായിക്കാനുള്ള നിരവധി ഇടപെടലുകൾ നടത്തിയതായി അദ്ദേഹം പറഞ്ഞു. സിർസിയിലും ദാവൻഗരയിലും ബെല്ലാരിയിലും നടന്ന തിരഞ്ഞെടുപ്പ് പരിപാടികളിലും പ്രധാനമന്ത്രി പങ്കെടുത്തു. കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ഇന്ന് ഒഡീഷയിലെ സാലേപൂരിൽ പൊതുസമ്മേളനത്തിൽ സംസാരിച്ചു. രാജ്യത്തെ തൊഴിൽ രഹിതരായ യുവാക്കൾക്ക് തൊഴിൽ ഉറപ്പാക്കുന്നതിന് തന്റെ പാർട്ടി മുഖ്യ പരിഗണന നൽകുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ബി.ജെ.പി. മുതിർന്ന നേതാവും കേന്ദ്രമന്ത്രിയുമായ രാജ്നാഥ് സിംഗ്, കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് അഭിഷേക് മനു സിംഘ്വി എന്നിവർ ഗുജറാത്തിൽ തിരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ വിലയിരുത്തി. കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയുടെ ഗുജറാത്തിലെ തിരഞ്ഞെടുപ്പ് പരിപാടികൾ നാളെ ആരംഭിക്കും. ബി.ജെ.പി. മുതിർന്ന നേതാവും കേന്ദ്രമന്ത്രിയുമായ അമിത്ഷാ യുപിയിലെ കാസ്ഗഞ്ച് ജില്ലയിൽ തിരഞ്ഞെടുപ്പ് റാലിയിൽ പങ്കെടുത്തു. സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവ് സംഫാൽ ജില്ലയിൽ പ്രചാരണം നടത്തി. ബി.എസ്.പി. നേതാവ് ആകാശ് ആനന്ദ് സീതാപൂരിലും പ്രചാരണത്തിനെത്തി. ന്യൂസ് ഡെസ്ക് ആകാശവാണി. ഔട്ടർ മണിപ്പൂർ ലോക്സഭാ മണ്ഡലത്തിലെ 6 പോളിംഗ് സ്റ്റേഷനുകളിൽ വീണ്ടും വോട്ടെടുപ്പ് നടത്താൻ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശം. ഉഖ്രൂൽ ജില്ലയിലെ 5 പോളിംഗ് സ്റ്റേഷനുകളിലും സേനാപതി ജില്ലയിലെ ഒരിടത്തുമാണ് ചൊവ്വാഴ്ച രാവിലെ 7 മുതൽ വൈകിട്ട് 4 മണിവരെ വോട്ടെടുപ്പ് നടക്കുക. റീപോളിംഗ് നടക്കുന്ന 6 ഇടങ്ങളിൽ ഈ മാസം 26-നാണ് വോട്ടെടുപ്പ് നടന്നത്. രാജ്യത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 4ാം ഘട്ടത്തിലെ നാമനിർദ്ദേശ പത്രികകൾ തിങ്കളാഴ്ച വരെ പിൻവലിക്കാം. അടുത്ത മാസം 13-നാണ് 4ാം ഘട്ട വോട്ടെടുപ്പ് നടക്കുന്നത്. 5ാം ഘട്ടത്തിലേക്ക് അടുത്ത മാസം 3 വരെ പത്രിക സമർപ്പിക്കാം. മെയ് 20-നാണ് വോട്ടെടുപ്പ്. ക്രിട്ടിക്കൽ മിനറൽസ് ഉച്ചകോടിക്ക് നാളെ ന്യൂഡൽഹിയിൽ തുടക്കമാകും. കേന്ദ്ര ഖനി മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിലാണ് ഉച്ചകോടി നടക്കുന്നത്. ആധുനിക സാമ്പത്തിക വ്യവസ്ഥയുടെ പുരോഗതിക്കും ദേശീയ സുരക്ഷയ്ക്കും അനിവാര്യമായ ധാതുക്കളെയാണ് ക്രിട്ടിക്കൽ മിനറൽസായി പരിഗണിക്കുന്നത്. ഇത്തരം ധാതുക്കളുടെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുക, വിവര കൈമാറ്റത്തിൽ കൂടുതൽ സഹകരണം ഉറപ്പുവരുത്തുക എന്നതാണ് 2 ദിവസം നീണ്ടുനിൽക്കുന്ന ഉച്ചകോടിയുടെ ഉദ്ദേശ്യം. രാജ്യത്തിന്റെ ദ്രുതഗതിയിലുള്ള സാമ്പത്തിക പുരോഗതിക്കും ശുദ്ധ ഊർജ്ജ ലക്ഷ്യം കൈവരിക്കുന്നതിനും ക്രിട്ടിക്കൽ മിനറൽസിന്റെ പ്രാധാന്യം വലുതാണെന്ന് ഖനി മന്ത്രാലയം വ്യക്തമാക്കി. ദേശീയ അന്തർദേശീയ തലത്തിലുള്ള വ്യവസായികൾ, സ്റ്റാർട്ടപ്പുകൾ, സർക്കാർ ഉദ്യോഗസ്ഥർ, ശാസ്ത്രജ്ഞർ, വിദ്യാഭ്യാസ വിദഗ്ധർ തുടങ്ങിയവർ ഉച്ചകോടിയിൽ പങ്കെടുക്കും. രാജ്യത്തിന്റെ തെക്ക് കിഴക്കൻ മേഖലയിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഉഷ്ണതരംഗ മുന്നറിയിപ്പ് നൽകി. പശ്ചിമബംഗാളിന്റെ ഗംഗാ സമതല മേഖല, ഒഡീഷ, ബീഹാർ, ഝാർഖണ്ഡ് എന്നിവിടങ്ങളിൽ അടുത്ത 4 ദിവസം ഉഷ്ണതരംഗ സാഹചര്യം തുടരുമെന്ന് മുന്നറിയിപ്പുണ്ട്. റയൽസീമ, കർണാടക, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, തെലങ്കാന, കേരളം, ഉത്തർപ്രദേശിന്റെ കിഴക്കൻ മേഖല എന്നിവിടങ്ങളിലും ഉഷ്ണതരംഗത്തിന് സാധ്യതയുണ്ട്. അതേസമയം വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ബുധനാഴ്ച മുതൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു. മധ്യപ്രദേശിന്റെ പടിഞ്ഞാറൻ പ്രദേശങ്ങൾ, വിദർഭ, ഛത്തീസ്ഗഡ് എന്നിവിടങ്ങളിൽ നാളെ വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും സാധ്യതയുണ്ട്.
കേരളത്തിൽ അടുത്ത മാസം 2 വരെ പാലക്കാട് ജില്ലയിൽ ഉയർന്ന താപനില 41 ഡിഗ്രി സെൽഷ്യസ് വരെയും, കൊല്ലം, തൃശൂർ ജില്ലകളിൽ 40 ഡിഗ്രി സെൽഷ്യസ് വരെയും, പത്തനംതിട്ട, കോട്ടയം, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ 38 ഡിഗ്രി സെൽഷ്യസ് വരെയും ഉയരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ആലപ്പുഴ, എറണാകുളം, മലപ്പുറം, കാസർഗോഡ് ജില്ലകളിൽ ഉയർന്ന താപനില 37 ഡിഗ്രി സെൽഷ്യസ് വരെയും, തിരുവനന്തപുരം ജില്ലയിൽ ഉയർന്ന താപനില 36 ഡിഗ്രി സെൽഷ്യസ് വരെയും ഉയരും. ഇന്നും നാളെയും കൊല്ലം, തൃശൂർ, പാലക്കാട് ജില്ലകളിലെ വിവിധ പ്രദേശങ്ങളിൽ ഉഷ്ണതരംഗ സാഹചര്യമുണ്ടാകുമെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. തുടർച്ചയായ ദിവസങ്ങളിൽ അതിതീവ്രമായ ചൂട് രേഖപ്പെടുത്തിയതിന്റെയും അടുത്ത ദിവസങ്ങളിലും താപനില ഉയരുമെന്ന പ്രവചനത്തിന്റെയും അടിസ്ഥാനത്തിലാണ് ഉഷ്ണതരംഗ മുന്നറിയിപ്പ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AER_News_TVM എന്ന എക്സ് ഹാൻഡിലും സന്ദർശിക്കാം. ഇന്ത്യ ബംഗ്ലാദേശ് വനിതാ T20 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യയ്ക്ക് 44 റൺ ജയം. ടോസ് നേടി ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ നിശ്ചിത ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 145 റൺസ് എടുത്തു. 146 റൺസ് എന്ന വിജയലക്ഷ്യം പിന്തുടർന്ന ബംഗ്ലാദേശ് വനിതകൾക്ക് നിശ്ചിത ഓവറിൽ 8 വിക്കറ്റ് നഷ്ടത്തിൽ 101 റൺസ് എടുക്കാനേ കഴിഞ്ഞുള്ളൂ. 5 മത്സരങ്ങൾക്കുള്ള പരമ്പരയിലെ അടുത്ത മത്സരം ചൊവ്വാഴ്ച നടക്കും. ബംഗ്ലാദേശിലെ സിൽഹെറ്റ് അന്താരാഷ്ട്ര ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലാണ് എല്ലാ മത്സരങ്ങളും നടക്കുന്നത്. IPL ക്രിക്കറ്റിൽ അഹമ്മദാബാദിൽ നടന്ന ആദ്യ മത്സരത്തിൽ ഗുജറാത്ത് ടൈറ്റൻസിനെതിരെ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു 9 വിക്കറ്റിന് വിജയിച്ചു. ആദ്യം ബാറ്റ് ചെയ്ത ഗുജറാത്ത് ടൈറ്റൻസ് നിശ്ചിത ഓവറിൽ 3 വിക്കറ്റ് നഷ്ടത്തിൽ 200 റൺസ് നേടി. ടോസ് നേടിയ ബംഗളൂരു ഗുജറാത്തിനെ ബാറ്റിംഗിന് അയക്കുകയായിരുന്നു. മറുപടി ബാറ്റിംഗിനിറങ്ങിയ ബംഗളൂരു 24 പന്ത് ബാക്കി നിൽക്കെയാണ് ലക്ഷ്യം മറികടന്നത്. ചെന്നൈ സൂപ്പർ കിങ്സും സൺറൈസേഴ്സ് ഹൈദരാബാദും തമ്മിലുള്ള മത്സരം പുരോഗമിക്കുന്നു. ടോസ് നേടിയ ഹൈദരാബാദ് ബോളിംഗ് തെരഞ്ഞെടുത്തു. ISL ഫുട്ബോളിൽ ഈ സീസണിന്റെ ആദ്യ ഫൈനലിസ്റ്റുകളെ ഇന്നറിയാം. 2ാം പാദ സെമി ഫൈനലിൽ മോഹൻ ബഗാൻ സൂപ്പർ ജയന്റ്സും ഒഡീഷ FC-യും തമ്മിലാണ് ഇന്ന് പോരാട്ടം. കൊൽക്കത്ത സോൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിലാണ് മത്സരം നടക്കുന്നത്. നാളെ നടക്കുന്ന 2ാം പാദ സെമിയിൽ മുംബൈ സിറ്റി ഗോവയെ നേരിടും. ഷാങ്ഹായിൽ നടക്കുന്ന അമ്പെയ്ത്ത് ലോകകപ്പിൽ ഇന്ത്യയുടെ ആകെ മെഡൽ നേട്ടം 8ആയി. 5 സ്വർണവും 2 വെള്ളിയും 1 വെങ്കലവുമാണ് ഇന്ത്യൻ സംഘം സ്വന്തമാക്കിയത്. ധീരജ് ബൊമ്മദേവര, തരുൺദീപ് റായ്, പ്രവീൺ ജാദവ് സഖ്യമാണ് പുരുഷ വിഭാഗം റീകർവ് ഇനത്തിൽ ഫൈനലിൽ ഒളിമ്പിക് ജേതാക്കളായ സൌത്ത് കൊറിയൻ സഖ്യത്തെ പരാജയപ്പെടുത്തിയത്. വനിതാ വിഭാഗം റീകർവ് വ്യക്തിഗത ഇനത്തിൽ ഇന്ത്യയുടെ ദീപിക കുമാരി വെള്ളി നേടി. ചൈനയിൽ നടക്കുന്ന യൂബർ കപ്പ് ബാഡ്മിന്റൺ ടൂർണമെന്റിൽ ഇന്ത്യൻ വനിതാ ടീം ക്വാർട്ടർ ഫൈനലിൽ കടന്നു. സിംഗപ്പൂരിനെ 4-1 പരാജയപ്പെടുത്തിയാണ് ഇന്ത്യയുടെ ക്വാർട്ടർ പ്രവേശനം. ഗ്രൂപ്പ് ഘട്ടത്തിലെ മത്സരത്തിൽ ഇന്ത്യൻ താരം അഷ്മിത ചാലിഹ പരാജയപ്പെട്ടെങ്കിലും ദേശീയ ചാമ്പ്യന്മാരായ പ്രിയ കൊഞ്ചംഗ്ബാം, ശ്രുതി മിശ്ര സഖ്യം ഡബിൾസ് പോരാട്ടത്തിൽ വിജയിച്ചു. 2ാം സിംഗിൾസിൽ ഇഷ റാണി ബർവ, 2ാം ഡബിൾസിൽ സിമ്രാൻ സിംഗി, റീതിക താക്കേർ സഖ്യം, 3ാം സിംഗിൾസിൽ അൻമോൾ ഖർബ് എന്നിവർ വിജയം തിരിച്ചുപിടിച്ചതോടെ ഇന്ത്യൻ സംഘം ആധികാരികമായി ക്വാർട്ടറിൽ എത്തുകയായിരുന്നു. നിലവിൽ ഗ്രൂപ്പ് എയിൽ ഇന്ത്യ 2ാം സ്ഥാനത്താണ്. ബീഹാറിൽ തിരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന 2 പോലീസുകാർ വാഹനാപകടത്തിൽ മരിച്ചു. ഗോപാൽഗഞ്ച് ജില്ലയിലെ ബർഹിമ ബസാറിൽ നിർത്തിയിട്ട ബസ്സിൽ കണ്ടെയ്നർ ട്രക്ക് ഇടിച്ചാണ് അപകടമുണ്ടായത്. സുപൌൽ ജില്ലയിലെ തിരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്ക് തിരിച്ച സംഘമാണ് അപകടത്തിൽപ്പെട്ടതെന്ന് ഗോപാൽഗഞ്ച് SP സ്വർണ്ണ പ്രഭാത് പറഞ്ഞു. 12 പേർ പരിക്കേറ്റ് ചികിത്സയിലാണ്. കർണാടകയ്ക്ക് ആവശ്യമായ വരൾച്ചാ ദുരിതാശ്വാസ ഫണ്ട് കേന്ദ്ര സർക്കാർ അനുവദിക്കുന്നില്ലെന്നാരോപിച്ച് കോൺഗ്രസ് ഇന്ന് പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു. വരൾച്ച മൂലം ദുരിതമനുഭവിക്കുന്ന കർഷകർക്കായാണ് ദുരിതാശ്വാസ ഫണ്ട് ആവശ്യപ്പെട്ടതെന്ന് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ DK ശിവകുമാർ ബംഗളൂരുവിൽ നടന്ന പ്രതിഷേധ സമരത്തിൽ പറഞ്ഞു. ദേശീയ ദുരിതാശ്വാസ നിധിയിൽ നിന്നും കേന്ദ്രം അനുവദിച്ച 3498 കോടി രൂപ വരൾച്ചാ സമാശ്വാസത്തിന് മതിയാകില്ലെന്നും ശ്രീ ശിവകുമാർ വ്യക്തമാക്കി. രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തിയ വ്യക്തികൾക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രാധാന്യം നൽകിയതാണ് ഡൽഹി കോൺഗ്രസ് അധ്യക്ഷൻ അരവിന്ദർ സിംഗ് ലൌലിയുടെ രാജിക്ക് കാരണമെന്ന് ഡൽഹി BJP അധ്യക്ഷൻ വീരേന്ദ്ര സച്ദേവ. രാജ്യപുരോഗതി ആഗ്രഹിക്കുന്ന ഒരാളും അഴിമതിക്കാരുമായി സഖ്യമുണ്ടാക്കില്ലെന്നും അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. അതേസമയം അരവിന്ദർ സിംഗ് ലൌലി കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയ്ക്ക് അയച്ച രാജിക്കത്തിൽ തിരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടിയുമായി സഖ്യമുണ്ടാക്കിയതടക്കം പരാമർശിച്ചിരുന്നു. ആം ആദ്മി പാർട്ടിയുടെ തെറ്റായ പ്രചരണങ്ങളിൽ ഡൽഹിയിലെ കോൺഗ്രസ് പ്രവർത്തകർ അതൃപ്തരാണെന്നും ശ്രീ ലൌലി കത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. ജമ്മു കശ്മീരിലെ ഉധംപൂർ ജില്ലയിൽ ഭീകരരുമായുണ്ടായ ഏറ്റുമുട്ടലിൽ സുരക്ഷാ ഉദ്യോഗസ്ഥന് വീരമൃത്യു. ഇന്ന് രാവിലെ പോലീസും വില്ലേജ് ഡിഫൻസ് ഗാർഡ് അംഗങ്ങളും നടത്തിയ സംയുക്ത തിരച്ചിലിനിടെ ഭീകരർ വെടിയുതിർക്കുകയായിരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ 6ാം ഘട്ട വിജ്ഞാപനം നാളെ. 57 സീറ്റുകളിലേക്കാണ് 6ാം ഘട്ടത്തിൽ തിരഞ്ഞെടുപ്പ്. മുതിർന്ന രാഷ്ട്രീയ നേതാക്കളുടെ നേതൃത്വത്തിൽ തിരഞ്ഞെടുപ്പ് റാലികളും റോഡ് ഷോകളുമായി രാജ്യത്ത് തിരഞ്ഞെടുപ്പ് പ്രചാരണം ഊർജിതം.
കേന്ദ്ര ഖനി മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ക്രിട്ടിക്കൽ മിനറൽസ് ഉച്ചകോടിക്ക് നാളെ ന്യൂഡൽഹിയിൽ തുടക്കം. രാജ്യത്തിന്റെ തെക്ക് കിഴക്കൻ മേഖലയിൽ ഉഷ്ണതരംഗ മുന്നറിയിപ്പ്. കേരളത്തിൽ കൊല്ലം, തൃശൂർ, പാലക്കാട് ജില്ലകളിൽ ഉഷ്ണതരംഗ സാഹചര്യമുണ്ടാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ത്യ ബംഗ്ലാദേശ് വനിതാ T20 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യയ്ക്ക് 44 റൺസ് ജയം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.